ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വ്യത്യസ്തമായ സിനിമാ പ്രേക്ഷകർ തമിഴിലാണെന്ന അഭിപ്രായം പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയ. മറ്റ് ഇൻഡസ്ട്രികളിൽ ഏത് ജോണറിലും നല്ല സിനിമകളെ പ്രേക്ഷകർ വിജയിപ്പിക്കുമ്പോൾ തമിഴിൽ മാത്രം സ്ഥിതി വ്യത്യസ്തമാണ്. സൂപ്പർ താര സിനിമകളല്ലാതെ മറ്റേതെങ്കിലും താരങ്ങളുടെ നല്ല സിനിമകളെ കൈയൊഴിയുന്ന പ്രവണതയാണ് ഇവർക്ക് പലരും ആരോപിക്കുന്നത്. ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും അടുത്തിടെ വന്ന മികച്ച സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തമിഴ് ചിത്രം ഡിസി. ഈയടുത്ത് വന്ന ഗംഭീര സിനിമകളിലൊന്നായ ഡിസി റിലീസ് ചെയ്ത് 4 ദിവസത്തിനുള്ളിൽ 51 കോടിയോളം വേൾഡ് വൈഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ആകെ 9.5 കോടി മാത്രമാണ് ഡിസിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചത്. ബാക്കി 42 കോടിയോളം നേടിയത് തമിഴ്നാടിന് പുറത്തുനിന്നാണ്. ആകെ കളക്ഷന്റെ അഞ്ചിലൊന്ന് പോലും സ്വന്തം നാട്ടിൽ നിന്ന് നേടാനായില്ലെന്നാണ് സിനിമാ പ്രേമികൾക്കിടയിലെ ചർച്ച. ശരാശരി നിലവാരം മാത്രമുള്ള ജനനായകനും കറുപ്പും 100 കോടിയിലേറെ നേടിയത് ഇതേ തമിഴ്നാട്ടിൽ നിന്നാണ്. ഡിസി മാത്രമല്ല, ഈ വർഷത്തെ മറ്റൊരു ഗംഭീര ചിത്രമായ ബ്ലാസ്റ്റിന് പോലും തമിഴ്നാട്ടിൽ നിന്ന് അധിക കളക്ഷൻ ലഭിച്ചില്ല. 75 കോടി നേടിയ ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്ന് 32 കോടി മാത്രമാണ് ലഭിച്ചത്. സൂപ്പർ താരങ്ങളില്ലെങ്കിൽ എത്ര നല്ല സിനിമയാണെങ്കിലും തങ്ങൾ വിജയിപ്പിക്കില്ലെന്ന് തമിഴ് ഓഡിയൻസ് അടിവരയിട്ട് പറയുകയാണ്. നല്ല സിനിമകളെ നിഷ്കരണം തഴയുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് മെയ്യഴകൻ. അതിമനോഹരമായ മെയ്യഴകൻ തമിഴ്നാട്ടിൽ പലരും കൈവിട്ടപ്പോൾ കേരളത്തിൽ മികച്ച റിപ്പോർട്ട് ലഭിച്ചെന്ന് സംവിധായകൻ തന്നെ പറയുന്ന വീഡിയോ വൈറലായിരുന്നു. നല്ല സിനിമകളെ ദയയില്ലാതെ കൈയൊഴിയുന്നതിൽ തങ്ങളെ വെല്ലാൻ ആരുമില്ലെന്ന് തമിഴ് ഓഡിയൻസ് വീണ്ടും തെളിയിക്കുകയാണ്.